ഹായ് ഹലോ എവ്രിവൺ. FIUGP മേജർ ഫിസിക്സിലെ ട്രാൻസിസ്റ്റർ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമൺ കളക്ടർ കണക്ഷനെ കുറിച്ചാണ്. അതായത് ഇവിടെ ഇൻപുട്ട് ബേസിനും കളക്ടറിനും ഇടയിലാണ് നൽകുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിനും കളക്ടറിനും ഇടയിൽ നിന്നുമാണ്. അതുപോലെ ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ഇൻപുട്ട് സർക്യൂട്ടിനും ഔട്ട്പുട്ട് സർക്യൂട്ടിനും കോമൺ ആണ്. അതുകൊണ്ടാണ് ഇതിനെ കോമൺ കളക്ടർ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും എന്ന് പറയുന്നത് കോമൺ കളക്ടർ പി ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോമൺ കളക്ടർ PNP ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്. അതായത് ഒരു കോമൺ കളക്ടർ സർക്യൂട്ടിൽ ഇൻപുട്ട് കറണ്ട് എന്നത് ബേസ് കറണ്ടും ഔട്ട്പുട്ട് കറണ്ട് എന്നത് എമിറ്റർ കറണ്ടുമാണ്. ദർഫോർ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഇൻ ദിസ് സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എമിറ്റർ കറണ്ടിൽ ഉണ്ടാകുന്ന മാറ്റവും ബേസ് കറണ്ടിൽ ഉണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഗാമ ഇസ് ഈക്വൽ ടു ഡെൽറ്റ IE ഡിവൈഡഡ് ബൈ ഡെൽറ്റ IB. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഗാമ ആൻഡ് ആൽഫയാണ്. നമുക്കറിയാം ഗാമ ഇസ് ഈക്വൽ ടു ഡെൽറ്റ IE ഡിവൈഡഡ് ബൈ ഡെൽറ്റ IB ആണ്. അതുപോലെ ആൽഫ ഇസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE ആണ് നമുക്കറിയാം. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1, 2 ആയിട്ട് കൊടുത്തു. ഇനി ഒരു ട്രാൻസിസ്റ്ററിലെ ആകെ കറണ്ടുകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? IE ഇസ് ഈക്വൽ ടു IB പ്ലസ് IC എന്നാണ്. ഇതിലെ ചേഞ്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ IE ഇസ് ഈക്വൽ ടു ഡെൽറ്റ IB പ്ലസ് ഡെൽറ്റ IC എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് ബേസ് കറണ്ടിലെ ചേഞ്ച് എങ്ങനെയാണ് കാണുക? ഡെൽറ്റ IB ഇസ് ഈക്വൽ ടു ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC എന്ന് കിട്ടും. ഈ IBയെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ ഇസ് ഈക്വൽ ടു ഡെൽറ്റ IE ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC എന്ന് കിട്ടും. ഇനി നമ്മൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഡെൽറ്റ IE കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/1 മൈനസ് ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE എന്ന് കിട്ടും. ഇനി ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE എന്ന് പറയുന്നത് നമുക്കറിയാം ആൽഫയാണ്. സോ നമുക്ക് എന്ത് കിട്ടും? 1/1 മൈനസ് ആൽഫ എന്ന് കിട്ടും. ആൽഫ അറിയാമെങ്കിൽ ഗാമ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറണ്ടാണ്. നമുക്കറിയാം IC ഈസ് ഈക്വൽ ടു ആൽഫ IE പ്ലസ് ICBO എന്നാണ്. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ കളക്ടർ കറണ്ട് എന്നത് എമിറ്റർ കറണ്ടും ലീക്കേജ് കറണ്ടും കൂടി ചേർന്നതാണ്. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കാണാം. എന്നാൽ കിർച്ചോഫ്സ് കറണ്ട് ലോ പ്രകാരം പറയുകയാണെങ്കിൽ IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ആണ്. ഈ ഇക്വേഷൻ നമ്പർ 1ലെ IC നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. IE ഈസ് ഈക്വൽ ടു IB പ്ലസ് ICക്ക് പകരം നമ്മൾ ആരെ കൊടുത്തു? ആൽഫ IE പ്ലസ് ICBO എന്ന് കൊടുത്തു. ഇനി അത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? IE മൈനസ് ആൽഫ IE ഈസ് ഈക്വൽ ടു IB പ്ലസ് ICBO എന്ന് കിട്ടും. IE കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ IE ഇൻറ്റു 1 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു IB പ്ലസ് ICBO എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡിങ് ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? IE ഈസ് ഈക്വൽ ടു IB ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ICBO ബൈ 1 മൈനസ് ആൽഫ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫയും അതുപോലെ ബീറ്റ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1/1 മൈനസ് ആൽഫയും ആണ്. സോ IE ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ICBO എന്ന് കിട്ടും. നെക്സ്റ്റ് പറയുന്നത് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് കോമൺ കളക്ടർ സർക്യൂട്ടിന് വളരെ ഉയർന്ന ഇൻപുട്ട് റെസിസ്റ്റൻസും അതുപോലെ വളരെ കുറഞ്ഞ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ആണ് ഉള്ളത്. ഈ കാരണം കൊണ്ട് ഈ സർക്യൂട്ട് നൽകുന്ന വോൾട്ടേജ് ഗെയിന് എപ്പോഴും 1ൽ കുറവായിരിക്കും. Therefore, this circuit arrangement is used for amplification. However, due to relativity, high input resistance അതുപോലെ ലോ റെസിസ്റ്റൻസും ഉള്ളതുകൊണ്ട് ഈ സർക്യൂട്ട് പ്രധാനമായിട്ട് ഇമ്പിഡൻസ് മാച്ചിങ്ങിന് ഉപയോഗിക്കുന്നു. അതായത് ഉയർന്ന ഇമ്പിഡൻസ് ഉള്ള ഒരു സോഴ്സിൽ നിന്ന് കുറഞ്ഞ ഇമ്പിഡൻസ് ഉള്ള ഒരു ലോഡ് പ്രവർത്തിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു ടേബിളാണ്, അതായത് കമ്പാരിസൺ ഓഫ് ട്രാൻസിസ്റ്റർ കണക്ഷൻ. അതായത് കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ എല്ലാ സർക്യൂട്ടിൻ്റെയും ഒരു ചെറിയൊരു വേർഷൻ, ചെറിയ ഷോർട്ട് ഫോം എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ്. അതായത് അതിൻ്റെ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയാലും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ, ആപ്ലിക്കേഷൻസ്, കറണ്ട് ഗെയിൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാനൊക്കെ സഹായിക്കും. ജസ്റ്റ് നോക്കി വയ്ക്കും. നെക്സ്റ്റ് പറയുന്നത് CB സർക്യൂട്ടാണ്. അതായത് എമിറ്റർ കറണ്ട് കൂടുതലായതിനാൽ CB സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറവാണ്. കളക്ടറിലെ റിവേഴ്സ് വോൾട്ടേജ് കാരണം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും.
ഇതിന് കറണ്ട് ഗെയിൻ ഇല്ല, ആൽഫ ലെസ് ദാൻ 1 ആണ്, അതായത് വോൾട്ടേജ് ഗെയിൻ ഉയർന്നതായിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസിനെതിരെ മികച്ച സ്റ്റെബിലിറ്റി നൽകുന്നു എന്നതാണ് CB സർക്യൂട്ടിൻ്റെ ഏക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് CE സർക്യൂട്ടാണ്. അതായത് ചെറിയ ബേസ് കറണ്ട് ഉള്ളതിനാൽ ഒരു CE സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു CB സർക്യൂട്ടിനേക്കാൾ കൂടുതലാണ്. CE സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് CB സർക്യൂട്ടിനേക്കാൾ കുറവാണ്. IC IBയേക്കാൾ വളരെ വലുതായതുകൊണ്ട് CE സർക്യൂട്ടിൻ്റെ കറണ്ട് ഗെയിൻ കൂടുതലാണ്. CE സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഗെയിൻ CB സർക്യൂട്ടിനേക്കാൾ കൂടുതലാണ്. വോൾട്ടേജ് ഗെയിനിൻ്റെയും കറണ്ട് ഗെയിനിൻ്റെയും ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഉള്ളതുകൊണ്ടാണ് CE സർക്യൂട്ട് ജനറലി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലീക്കേജ് കറണ്ട് വർദ്ധിക്കുന്നു എന്നതാണ്. എങ്കിലും ബയാസ് സ്റ്റെബിലൈസേഷൻ ഉപയോഗിച്ച് ഇത് പരിഹരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, അതായത് CC സർക്യൂട്ട്. ഇത് മറ്റ് സർക്യൂട്ടുകളെ അപേക്ഷിച്ച് CC സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉയർന്നതും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറവുമാണ്. ഒരു CC സർക്യൂട്ടിൽ വോൾട്ടേജ് ഗെയിൻ ഇല്ല. ഈ സർക്യൂട്ട് പലപ്പോഴും ഇമ്പിഡൻസ് മാച്ചിങ്ങിനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.